ഓതറൈസേഷൻ എന്ന മോട്ടോർ വാഹന നിയമം എല്ലാ വിഭാഗം ആളുകൾക്കും ഉപകരിക്കുന്ന രീതിയിൽ നടപ്പിലാക്കണമെന്ന കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ആൻഡ് ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ വർഗീസ്. മലമ്പുഴ ട്രൈപ്പൻഡ ഓഡിറ്റോറിയത്തിൽ സംഘടനയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലും ഭാരവാഹി തിരഞ്ഞെടുപ്പ് യോഗത്തിലും അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അനിൽ വർഗീസ്. കാസർഗോഡിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു മേഖലയെ സംബന്ധിച്ച് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ടാണ് അവർ സമയം ചോദിച്ചിട്ടുള്ളത്. ഈ വരുന്ന ഭരണസമിതി ആ കാര്യത്തിൽ നിർബന്ധമായിട്ടും കമ്മിറ്റിയെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇതിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം അതുകൊണ്ടാണ്. കാരണം അതിനൊരു ചെറിയ നിയമാവലി പ്രശ്നവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ പങ്കെടുക്കാത്തത്. രണ്ടാമത്തെ വിഷയം ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ നാളിതുവരെ 2016 മുതൽ ഈ സംഘടന നിലവിൽ വന്ന കാലം മുതൽ 2-3 അക്കം തയ്ക്കാൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചിരുന്നില്ല. ആദ്യത്തെ സമയത്ത് 27 പേരായിരുന്നു. 27 പേരാണ് ഒരു ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് ആലോചിക്കണം. കമ്മിറ്റിയല്ല, ജില്ലയിലെ അംഗങ്ങൾ. അതിനുശേഷം വന്നത് 41 പേരായിരുന്നു. കുത്തക മുതലാളിമാരെ രക്ഷിക്കാനും ചെറുകിട വാഹന കച്ചവടക്കാരെയും ബ്രോക്കർമാരെയും ഇല്ലായ്മ ചെയ്യാനുമുള്ള നിയമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ സുതാര്യമാക്കുക, ബ്രോക്കർമാരെയും സംരക്ഷിക്കാനുള്ള പദ്ധതി രൂപീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ സംഘടന പ്രമേയത്തിൽ ഉന്നയിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ശിവകുമാർ, ജനറൽ സെക്രട്ടറി സോണി വലിയകാപ്പിൽ, സംസ്ഥാന ട്രഷറർ വൈ സുമീർ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു. മരിച്ചവർക്കു വേണ്ടിയുള്ള അനുസ്മരണം, റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക്, പ്രമേയം എന്നിവയുടെ അവതരണം, പൊതുചർച്ച, തിരഞ്ഞെടുപ്പ് എന്നിവയുണ്ടായി. UTV ന്യൂസ്, പാലക്കാട്.